അമ്മൂമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ യുവാവിനെയും 80 വയസ്സുള്ള പിതാവിനെയും അയൽവാസിയും പോലീസുകാരൻ ഉൾപ്പെടെയുള്ള സംഘവും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. അന്നമനടയിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. മർദ്ദനത്തിൽ യുവാവിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലും കണ്ണിന് ഗുരുതര പരിക്കും ഏറ്റതായി പരാതിയിൽ പറയുന്നു. വെള്ളാങ്കല്ലൂർ സ്വദേശിയായ അമ്മൂമ്മയുടെ മരണത്തെ തുടർന്നാണ് ദുബായ് എമിറേറ്റ്സ് ജീവനക്കാരനായ സിനോയ് 4 ദിവസത്തെ അവധിയിൽ നാട്ടിലെത്തിയത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സിനോയ് അമ്മയ്ക്കും 80 വയസ്സുള്ള പിതാവിനുമൊപ്പം അന്നമനടയിലെ വീട്ടിലെത്തിയത്. ഇതിനിടെ അയൽവാസിയായ ഷാജുവിന്റെ വീട്ടിൽ രാവിലെ മുതൽ മദ്യസൽക്കാരം നടക്കുകയും വലിയ തോതിൽ ശബ്ദവും ബഹളവും ഉണ്ടാവുകയും ചെയ്തിരുന്നു. വൈകിട്ട് 7:30യോടെ ശബ്ദം അസഹ്യമായതിനെ തുടർന്ന് സിനോയ് അയൽവാസിയുടെ വീട്ടിലെത്തി ശബ്ദം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടു. കുടുംബം ദുഃഖത്തിലാണെന്നും മാനസികമായി ഏറെ വിഷമത്തിലാണെന്നും പറഞ്ഞ് ശബ്ദം കുറയ്ക്കണമെന്ന് അപേക്ഷിച്ചതായാണ് പരാതി. എന്നാൽ ഇതിൽ പ്രകോപിതനായ അയൽവാസി സിനോയെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കാൻ ശ്രമിക്കുകയും മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് ആരോപണം. തുടർന്ന് സിനോയ് വീട്ടിലേക്ക് മടങ്ങി മാള പോലീസിൽ വിവരം അറിയിച്ചു. ഇതിന് പിന്നാലെ അയൽവാസിയും പോലീസുകാരനായ സുഹൃത്തും ഉൾപ്പെടെയുള്ള സംഘം സിനോയുടെ വീട്ടിലെത്തിയെന്നാണ് പരാതി. സംഘം 80 വയസ്സുള്ള പിതാവിനെ മർദ്ദിക്കുകയും ബഹളം കേട്ട് ഓടിയെത്തിയ സിനോയെ വരാന്തയിൽ നിന്ന് പിടിച്ചിറക്കി നിലത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തതായി പറയുന്നു. സംഭവത്തിനിടെ പോലീസുകാരനായ വ്യക്തി സിനോയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. മർദ്ദനത്തിൽ സിനോയുടെ മൂക്കിന്റെ പാലത്തിന് ഫ്രാക്ചറും കണ്ണിന് ഗുരുതര പരിക്കുമേറ്റു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചതവുകളും മുറിവുകളുമുണ്ട്. പോലീസുകാരൻ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, മാള.